ഹായ് ഡിയേഴ്സ്, ഞാൻ ലയന. നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും മൈ പ്ലാന്റ്സ് എന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അഡീനിയം ചെടികളിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ അഡീനിയത്തിൻ്റെ കെയറിനെ കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാവുന്നതാണ്. അപ്പോൾ അഡീനിയം എന്ന് പറയുന്നത് മരുഭൂമി പോലത്തെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവുന്ന ടൈപ്പ് ഒരു ചെടിയാണ്. അപ്പം അങ്ങനെയുള്ളൊരു കാലാവസ്ഥയിലാണ് ഈ ചെടി നന്നായിട്ട് വളരെയും പൂവിടുകയൊക്കെ ചെയ്യുന്നത്. അതായത് നല്ല ചൂടും നല്ല വെയിലും അങ്ങനെയൊക്കെ ഉള്ളൊരു കാലാവസ്ഥയാണ് ഈ ചെടിക്ക് ഇഷ്ടം. അപ്പോൾ ഇതെൻ്റെ 2 പുതിയ അഡീനിയം പ്ലാന്റ്സ് ആണ്. അപ്പം ഇതിനെ റീപോർട്ട് ചെയ്തിട്ടില്ല, അതിനെ വാങ്ങിച്ച ചട്ടിയിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ റീപോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കൂടി ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ നല്ല വെയിലുള്ളൊരു സ്ഥലമാണ് നമ്മുടെ അഡീനിയം പ്ലാന്റ്സിനെ വെക്കാൻ വേണ്ടി എടുക്കേണ്ടത്. ഒരു 6 മണിക്കൂർ ഏറ്റവും കുറഞ്ഞത് വെയിൽ കിട്ടുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്ത് നമ്മുടെ അഡീനിയം ചെടികളെ വെക്കണം. എന്നാൽ മാത്രമാണ് നല്ല പൂവുണ്ടാവുള്ളൂ. സൂര്യപ്രകാശം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടിയിൽ പൂക്കൾ ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു സ്ഥലം കണ്ടുപിടിക്കണം. ചിലപ്പോൾ നമ്മുടെ ചെടി നല്ല വെയിലത്ത് നമ്മൾ വെച്ചാലും പൂ വിരിയണം എന്നില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ അങ്ങനെ വരാൻ കാര്യം എന്ന് പറയുന്നത് അതിൽ നമ്മൾ കൊടുക്കുന്ന വെള്ളത്തിന്റെ അളവിന്റെ വ്യത്യാസം കൊണ്ടാണ്. അതായത് മണ്ണിൽ ഒരുപാട് വെള്ളം കെട്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചെടിയിൽ പൂക്കൾ വിരിയാൻ സാധ്യത കുറവാണ്. ഈ ചെടിയിൽ പൂക്കൾ വിരിയാനായിട്ട് വെള്ളം ആവശ്യമാണ്. അതായത് ആ ഒരു മണ്ണ് ഡ്രൈ ആവുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ആ ഒരു വെള്ളം മാത്രം മതി. അതിൻ്റെയും അപ്പുറത്തേക്ക് നമ്മൾ വെള്ളം കൊടുത്തു കഴിഞ്ഞാലും ഈ ചെടിയിൽ പൂക്കൾ ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് നനയുടെ കാര്യം നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ ചെടിയിൽ. പിന്നെ ഇതിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിൽ എത്ര ബ്രാഞ്ചസ് ആണോ ബ്രാഞ്ചസിൻ്റെ ആ ഒരു ടിപ്പിലാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ചെടിയിൽ നിറയെ ബ്രാഞ്ചസ് ഉണ്ടെങ്കിലാണ് നമ്മുടെ ചെടിയിൽ കൂടുതലായിട്ട് പൂക്കൾ ഉണ്ടാവുന്നതായിട്ട് നമുക്ക് ആ ഒരു രീതിയിലേക്ക് നമുക്ക് പൂക്കൾ വരുള്ളൂ. അപ്പൊ നമ്മൾ ഇതിന് ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രൂണിങ് എന്ന് പറയുന്നത്. പ്രൂണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ നീട്ടം കൂടിയ ബ്രാഞ്ചസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ്. അങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയാലാണ് നമുക്ക് പുതിയ ബ്രാഞ്ചസ് വരും, അതിൽ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെ കട്ട് ചെയ്ത് മാറ്റേണ്ടത് ഒന്നുകിൽ നമുക്ക് ഒക്ടോബർ മാസത്തിന്റെ ആ ഒരു തുടക്കത്തിൽ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു സമ്മർ സീസൺ ആവുന്ന സമയത്തും നമുക്ക് ഇതിന്റെ പ്രൂണിങ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ സമ്മർ സീസൺ ആവുമ്പോൾ പ്രൂണിങ് ചെയ്താൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സമയത്തായിരിക്കും ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടാവുന്നത്. അപ്പൊ ആ സമയത്ത് നമുക്ക് പ്രൂണിങ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒക്ടോബർ മാസത്തിൽ തന്നെ ഇതിന്റെ പ്രൂണിങ് ചെയ്ത് ഇതിന്റെ ബ്രാഞ്ചസ് വളമൊക്കെ കൊടുത്ത് ഇതിന്റെ ബ്രാഞ്ചസിനെ നന്നായിട്ട് വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പൂക്കളും അതുപോലെ നല്ലതായിട്ട് വരും. ഇപ്പൊ ഈ ചെടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിനും ഇവര് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ കട്ട് ചെയ്ത് കളഞ്ഞതിന്റെ അടുത്തായിട്ട് വന്നിരിക്കുന്ന ചെറിയ ചെനപ്പുകളിലാണ് ഇപ്പൊ ഇതില് പൂക്കൾ ഉണ്ടായിരിക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിലിവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് വിട്ടിരിക്കുകയാണ് ഇവര്. അപ്പൊ ഇങ്ങനെയുള്ള പ്രൂണിങ് ആണ് നമുക്ക് കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടാക്കാൻ സഹായിക്കുന്നത്. അപ്പൊ അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന്റെ 2 സൈഡിൽ നിന്നും ബ്രാഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ തന്നെ മൊട്ടും വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ നമ്മുടെ അഡീനിയം പ്ലാന്റ്സിൽ പ്രൂണിങ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണെങ്കിൽ ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള ആ ഒരു ഭാഗത്തിന് മുകളിൽ വെച്ച് പ്രൂൺ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രൂൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചെടിയിൽ നോക്കി നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം നമ്മുടെ ചെടിയുടെ ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള പോർഷൻ എവിടെയാണെന്ന്. അപ്പോൾ നമ്മുടെ ചെടിയെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ ഈ ഒരു ചെടിയിൽ ഗ്രാഫ്റ്റഡ് പോർഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇതിന്റെ താഴത്തേക്ക് നമ്മൾ പ്രൂൺ ചെയ്യാൻ പാടില്ല. ഇതിന്റെ മുകളിൽ വെച്ച് മാത്രമേ നമുക്ക് പ്രൂൺ ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ മാത്രമാണ് നമുക്ക് ഇതിലുള്ള പൂക്കൾ കിട്ടുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ അടിയിലുള്ള ഭാഗത്തു നിന്നുള്ള ബ്രാഞ്ചസ് ആണ് പിന്നെ വരുള്ളൂ. അപ്പൊ അതില് പിന്നെ വേറെ ടൈപ്പ് പൂക്കളായിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രൂൺ ചെയ്യുമ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, വെയിലത്ത് വെച്ചാലും നമുക്ക് പൂ കിട്ടാത്തതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് അതിൽ വെള്ളം ചട്ടിയിൽ കൂടുതൽ നിന്നാലാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ അതിന് വളങ്ങൾ കറക്റ്റായിട്ട് കൊടുത്തില്ലെങ്കിലും നമുക്ക് പൂക്കൾ ഉണ്ടാവില്ല. അപ്പൊ ഇതില് നമുക്ക് ഒക്ടോബർ മാസം തുടങ്ങി നമുക്ക് പൂ കിട്ടുന്നതാണ് ഈ ചെടിയിൽ. അപ്പൊ നമ്മൾ ഒക്ടോബർ മാസത്തിന് മുമ്പായിട്ട് ഈ ചെടിയിൽ നല്ല രീതിയിൽ തന്നെ വളങ്ങൾ കൊടുക്കണം. പിന്നെ നമ്മൾക്ക് ജാനുവരി ഫെബ്രുവരി ആ മാസത്തിലും
വളങ്ങൾ കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ വളങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ചെടിയിൽ ആദ്യം കൊടുത്തിരുന്നത് ചാണകപ്പൊടി മാത്രമാണ് ആദ്യം ഇതിന് വളം കൊടുത്തിരുന്നത്. അപ്പോഴും പൂക്കൾ ഉണ്ടാവുമായിരുന്നു, പക്ഷെ അതിലും നന്നായിട്ട് പൂക്കൾ കിട്ടി തുടങ്ങിയത് ഞാനിതിന് സ്റ്റെറാമീൽ അതുപോലെ എല്ലുപൊടി ഇതൊക്കെ കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇതിൽ കുറച്ചും കൂടി നന്നായിട്ട് പൂക്കൾ വരാൻ തുടങ്ങിയത്. അപ്പൊ ഇതില് പൂക്കൾ വരാനായിട്ട് ഏറ്റവും നന്നായിട്ട് പൂക്കൾ കിട്ടാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ടത് എല്ലുപൊടി, അതുപോലെ സ്റ്റെറാമീൽ, ആട്ടിൻകാഷ്ടം ഇതിന് നല്ലൊരു വളമാണ്, അതുപോലെ കോഴിക്കാഷ്ടവും ഇതിന് നല്ലൊരു വളമാണ്. അപ്പൊ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നല്ലോണം പൂക്കൾ വരും. പിന്നെ കമ്പോസ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പോസ്റ്റും ചാണകപ്പൊടിയും മാത്രമാണ് നമ്മുടെ ചെടിക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിലും നന്നായിട്ട് ഇതിന് ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ പുതിയ പുതിയ ബ്രാഞ്ചസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പോഴും കൂടുതൽ പൂക്കൾ കിട്ടും. അപ്പൊ അങ്ങനെയുള്ള വളങ്ങൾ ഇതിന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആട്ടിൻകാഷ്ടം, കോഴിക്കാഷ്ടം, കമ്പോസ്റ്റ്, ചാണകപ്പൊടി, എല്ലുപൊടി ഇതൊക്കെ നമുക്ക് മിക്സ് ചെയ്ത് ഈ ചെടിക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് വളങ്ങൾ കൊടുത്തില്ലെങ്കിലും നല്ല രീതിയിൽ പൂ തരുന്ന ഒരു ചെടിയാണ് അഡീനിയം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ചട്ടിയിൽ വളർത്തുന്നതുകൊണ്ട് മാത്രമാണ് നമുക്കിതിന് പൂവിടുന്ന ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ വളം കൊടുക്കണം എന്ന് പറയുന്നത് തന്നെ. അപ്പൊ ഇതിൽ ലിക്വിഡ് ആയിട്ടുള്ള വളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അതും നല്ലതാണ്. ഇപ്പൊ നമുക്ക് രാസവളങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലിക്വിഡ് ആയിട്ടുള്ള ഫോമിൽ കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ NPK വളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഫോസ്ഫറസിന്റെ അളവ് കൂടുതലുള്ള NPK വളം ഇതിന് കൊടുക്കുക, ലിക്വിഡായിട്ട് കൊടുക്കുക. അപ്പൊ ലിക്വിഡായിട്ടുള്ള വളങ്ങൾ നമുക്ക് ഓർഗാനിക് രീതിയിൽ കൊടുക്കാൻ പറ്റുന്നതാണ് വേപ്പിൻ പിണ്ണാക്കിന്റെ ആ ഒരു തെളി നമുക്ക് കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ ഇതിൽ നന്നായിട്ട് ഗ്രോത്ത് വരും. ആ ഗ്രോത്ത് വരുന്നതിലൊക്കെ നമുക്ക് പുതിയ ബ്രാഞ്ചസ് ആയിട്ട് മാറി നമുക്ക് കൂടുതൽ പൂക്കൾ കിട്ടും. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള വളങ്ങൾ ഇതിന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ചെടിയിൽ പൂക്കൾ കുറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ചെടി നമ്മൾ അടുത്ത് തന്നെയാണ് റീപോർട്ട് ചെയ്ത് ഇത് ഒരു ചട്ടിയിൽ നിന്ന് നമ്മൾ വേറൊരു ചട്ടിയിലേക്ക് ഈ അടുത്താണ് മാറ്റിയതെന്നുണ്ടെങ്കിൽ ആ ഒരു ഷോക്ക് കൊണ്ട് നമ്മുടെ ചെടിയിൽ പൂക്കൾ കുറയും. ഈ ചെടിക്ക് റീപോർട്ട് ചെയ്യേണ്ട ഒരു സമയം എന്ന് പറയുന്നത് ഒരു 2-3 വർഷം ഒരു ചട്ടിയിൽ ഇരുന്ന് കഴിയുമ്പോൾ മാത്രം നമ്മൾ ഈ ചെടിയെ റീപോർട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ അങ്ങനെ റീപോർട്ട് ചെയ്തത് നമ്മൾ സമ്മർ സീസണിലാണ് ഈ ചെടി റീപോർട്ട് ചെയ്യാൻ പറ്റിയൊരു സമയം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ റീപോർട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഷോക്ക് കൊണ്ട് നമ്മുടെ ചെടിയിൽ പൂക്കൾ കുറയും. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അഡീനിയത്തിൽ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.